ഒരു കടമുറി വാടകയ്ക്കെടുക്കാനുള്ള കാശ് കയ്യിലുണ്ടെങ്കിൽ തുടങ്ങാവുന്ന ഒരു സംരംഭമുണ്ട്. ഡിസ്കൗണ്ട് ഷോപ്പ്. സ്റ്റോക്ക് എടുക്കാൻ കാശ് വേണ്ട. വലിയ ഇൻവെന്ററി വിറ്റുപോകാതെ ഇരിക്കുന്നത് നോക്കി നെടുവീർപ്പിടണ്ട. ആശയം മറ്റൊന്നുമല്ല. നിങ്ങളുടെ ചെറിയ ടൗണിലെ തുണിക്കടകൾ, ഫുട്വെയർ ഷോപ്പുകൾ, ഇലക്ട്രോണിക്സ്, മൊബൈൽ ആക്സസറീസ്, കോസ്മെറ്റിക്സ് കടകൾ, ഇവിടെയൊക്കെ വിൽക്കാതെ കെട്ടിക്കിടക്കുന്ന ഡെഡ് സ്റ്റോക്കുകൾ അഥവാ അൺസോൾഡ് സ്റ്റോക്കുകൾ മാത്രം കളക്ട് ചെയ്ത് അവരുമായി കരാറുണ്ടാക്കി നമ്മുടെ സ്വന്തം ഡിസ്കൗണ്ട് സ്റ്റോറിലൂടെ വിൽക്കുന്ന ഹൈബ്രിഡ് കൺസൈൻമെൻറ്റ് റീറ്റെയിൽ മോഡലാണിത്. ഇനിയും മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടി വ്യക്തമാക്കി തരാം. പല കടകളിലും വിറ്റുപോകാതെ കുറേ ഡെഡ് സ്റ്റോക്ക് കിടക്കുന്നുണ്ട്. എത്ര ഡിസ്കൗണ്ട് കൊടുത്താലും ആരും വാങ്ങാനെത്താത്ത സ്റ്റോക്ക്. അത് നിങ്ങൾ ഏറ്റെടുക്കും. പണം കൊടുത്തല്ല, നിങ്ങളുടെ ഡിസ്കൗണ്ട് ഷോപ്പിലിട്ട് വിറ്റ് തരാമെന്ന് കരാർ എഴുതി ഏറ്റെടുക്കും. വിറ്റുപോയാൽ സ്റ്റോക്ക് തന്ന കടക്കാരന് കരാർ അനുസരിച്ചുള്ള തുക കൊടുത്ത് ബാക്കിയുള്ള ലാഭം നിങ്ങളെടുക്കും. വിറ്റ് പോയില്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് ആ സ്റ്റോക്ക് തന്ന കടക്കാരന് തന്നെ തിരികെ കൊടുക്കും. നമ്മുടെ പഴയ കട കാലിയാക്കൽ കൺസെപ്റ്റിനോട് ഇതിന് സാമ്യം തോന്നാം. പക്ഷേ അവിടെ കടക്കാരൻ കാശ് കൊടുത്ത് സ്റ്റോക്ക് സൂക്ഷിക്കുകയാണ്. ഇവിടെ നിങ്ങൾ വല്ലവൻ്റെയും സ്റ്റോക്ക് വിറ്റ് സെയിൽസ് കമ്മീഷൻ നേടുകയാണ്. നിങ്ങളുടെ ഡിസ്കൗണ്ട് സ്റ്റോറിൽ എന്തും വിൽക്കാം. തുണിത്തരങ്ങൾ, ചെരുപ്പുകൾ, ഇലക്ട്രോണിക്സ്, മൊബൈൽ ആക്സസറികൾ, ഫുഡ് സപ്ലിമെൻറ്റുകൾ, ഹോം അപ്ലയൻസസ്, അങ്ങനെ എന്തും. ഇതൊക്കെ വിൽക്കുന്ന കടകൾ കണ്ടെത്തി അവിടെയെല്ലാം പോയി ഡെഡ് സ്റ്റോക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് മാത്രമാണ് ഇതിലെ എഫേർട്ട്. കുറെ കഴിയുമ്പോൾ കടക്കാർ തന്നെ നേരിട്ട് ഡെഡ് സ്റ്റോക്കുകൾ എത്തിക്കാനും തുടങ്ങും. പതിയെ പതിയെ നിങ്ങളുടെ ചെറിയ ഷോപ്പ് ഒരു ഡിസ്കൗണ്ട് മാർക്കറ്റാകും. എന്ത് സാധനം വാങ്ങാനിറങ്ങുന്നവരും ആദ്യം നിങ്ങളുടെ ഷോപ്പിൽ ഒന്ന് അന്വേഷിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഇത്തരമൊരു സംരംഭം, ഡിസ്കൗണ്ട് ഷോപ്പ് എന്ന ആശയം എങ്ങനെ തുടങ്ങും, എന്ത് ചിലവ് വരും, ഏത് ലൈസൻസ് വേണ്ടിവരും, എന്തൊക്കെയാണ് ഈ ബിസിനസ്സിൻ്റെ സാധ്യതകൾ, ഇതിലെ വെല്ലുവിളികൾ എന്തെല്ലാണ്, ഇങ്ങനെയൊരു ബിസിനസ് തുടങ്ങിയാൽ അത് പരാജയപ്പെടാനുള്ള സാധ്യതകൾ എന്തെല്ലാണ്, എല്ലാം വിവിധ സെക്ഷനുകളായി പരിശോധിക്കാം. ഞാൻ താമസിക്കുന്നത് പാലക്കാട് ടൗണിലാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കോയമ്പത്തൂരോ കൊച്ചിയോ പോലെ ഒരു മെട്രോ അല്ല പാലക്കാട്. ഒരു ചെറിയ ടൗണാണ്. എന്നാലും മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ ഇവിടെയുണ്ട്. ആവശ്യത്തിന് ഷോപ്പുകളും നല്ല ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്ന മാളുകളുമുണ്ട്. പാലക്കാട് ടൗണിൽ നിന്ന് അല്പം മാറി ഇത്തരമൊരു ഡിസ്കൗണ്ട് ഷോപ്പ് ഞാൻ ആരംഭിക്കുകയാണെന്ന് വെക്കുക. അവിടെയാണ് ഈ ബിസിനസ് ആശയത്തിൻ്റെ പ്ലോട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഞാൻ വികസിപ്പിക്കുന്നത്. ആദ്യം പാലക്കാട് ടൗണിൽ ഞാനൊരു പ്രീ മാർക്കറ്റ് സർവേ നടത്തും. അത് ആവശ്യമാണല്ലോ. 2 ആഴ്ച സമയമെടുത്ത് പാലക്കാട്ടെ വലിയ കടകളിലും ഹോൾസെയിലർമാരുടെ ഗോഡൗണുകളിലും കയറി ഇറങ്ങും. ഞാൻ ഇത്തരമൊരു ഷോപ്പ് തുടങ്ങിയാൽ എനിക്ക് ആവശ്യമായ സ്റ്റോക്ക് കിട്ടുമോ എന്നറിയണമല്ലോ. ഞാൻ കയറുന്ന കടകളിലെ ഡെഡ് സ്റ്റോക്കുകളെക്കുറിച്ച് ആ കടക്കാരോട് ചോദിച്ചറിയും. ഞാൻ അതെല്ലാം വിറ്റുതരാൻ ശ്രമിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ചോദിക്കും. ഏത് മാർക്കറ്റിലെയും കടക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അൺസോൾഡ് ഇൻവെൻറ്ററി. ഉദാഹരണത്തിന്, ഔട്ട് ഓഫ് ട്രെൻഡായ വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, പുതിയ മോഡൽ വന്നപ്പോൾ പഴയതായി പോയ മൊബൈൽ കവറുകൾ, വീട്ടിലേക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ, പുതിയ അപ്ഗ്രേഡുകൾ വന്നപ്പോൾ ആവശ്യക്കാർ കുറഞ്ഞ മിക്സി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൊബൈൽ ഫോൺ, മൈക്രോവേവ് ഓവൻ, പമ്പ് സെറ്റ് തുടങ്ങിയ ഇലക്ട്രോണിക് സാധനങ്ങൾ. ഇതൊക്കെ കടകളിൽ സ്ഥലം മെനക്കെടുത്തി കൂടിക്കിടക്കുകയാവും. വിലക്കുറവിൽ കിട്ടിയാൽ ഈ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവരുണ്ട്. പക്ഷേ അവരെ കണ്ടെത്താൻ ആ കടക്കാർക്ക് സാധിക്കുന്നില്ല. കടക്കാർ എത്ര ഡിസ്കൗണ്ട് കൊടുത്ത് കട കാലിയാക്കാൻ ശ്രമിച്ചാലും വിറ്റുപോകാതെ അതൊക്കെ അവിടെ തന്നെ കിടക്കും. അത് അവരുടെ ക്യാഷ് ഫ്ലോയെയും ബാധിക്കും. ഒരു 10 കടക്കാരെങ്കിലും അവരുടെ ഡെഡ് സ്റ്റോക്ക് ഓഫർ ചെയ്താൽ എനിക്ക് ധൈര്യമായി. കട തുടങ്ങുമ്പോൾ വയ്ക്കാൻ ആവശ്യത്തിന് സാധനങ്ങളായല്ലോ. ഇനി കടമുറി വാടകയ്ക്കെടുക്കാനുള്ള പാച്ചിലാണ്. പാലക്കാട് ടൗണിൻ്റെ നടുവിൽ ഇങ്ങനെയൊരു ഷോപ്പിൻ്റെ ആവശ്യമില്ല. ഇതൊരു എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഷോപ്പല്ല. സാധാരണക്കാരെയും ബജറ്റ് ബയർമാരെയും ലക്ഷ്യമിടുന്ന ഡിസ്കൗണ്ട് സ്റ്റോറാണ്. അതിനാൽ ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ വരെ മാറിയുള്ള ഒരു സ്ഥലം മതിയാകും. അവിടെയാകുമ്പോൾ അഡ്വാൻസും വാടകയും പകുതിയായെങ്കിലും കുറയും. മിനിമം 500 സ്ക്വയർ ഫീറ്റ്, മാക്സിമം 800 സ്ക്വയർ ഫീറ്റ്, അത്രയും വലിപ്പമുള്ള മുറികളോ ധാരാളം മതി. ബജറ്റ് ഷോപ്പർമാർ എളുപ്പത്തിൽ കയറി വരാൻ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് എപ്പോഴും നല്ലത്. എനിക്ക് മാസം കൊടുക്കാവുന്ന പരമാവധി വാടക 15,000 രൂപയാണെന്ന് ഞാൻ നിജപ്പെടുത്തും. അതിനനുസരിച്ചുള്ള അഡ്വാൻസും കൊടുക്കും. കടമുറി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആവശ്യം അതിൻ്റെ വളരെ മിനിമലായിട്ടുള്ള ഇൻറ്റീരിയറാണ്. വലിയ പകിട്ടൊന്നും ആവശ്യമില്ല. സാധനങ്ങൾ അടുക്കി വയ്ക്കാനുള്ള റാക്ക് പ്രധാനമാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, പാലക്കാട് വലിയങ്ങാടിയോട് ചേർന്ന് വലിയൊരു സെക്കൻഡ് ഹാൻഡ് ഇരുമ്പ് മാർക്കറ്റുണ്ട്. അവിടെ ചെന്നാൽ പഴയ ഷോപ്പുകളിൽ നിന്ന് പൊളിച്ചു മാറ്റിയ റാക്കുകൾ ചുളുവിലയ്ക്ക് കിട്ടും. അത് കൊണ്ടുവന്ന് ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്താൽ ഒന്നാം തരമായിരിക്കും. 25,000 രൂപയിൽ കൂടുതൽ ഇതിന് മുടക്കരുത്. പിന്നെ ബോർഡുകളും സൈനേജുകളും അത് വലുതായി തന്നെ വെക്കണം. പകുതി വിലയിൽ താഴെ സാധനങ്ങൾ കിട്ടുന്ന ഡിസ്കൗണ്ട് സ്റ്റോർ ആണിത് എന്ന് ബോർഡിൽ വ്യക്തമായി കാണിക്കണം.
കടമുറി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ലീഗൽ ഫോർമാലിറ്റിയാണ്. ഒന്നിൽ കൂടുതൽ വ്യാപാരികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വലിയ തോതിൽ കച്ചവടം ചെയ്യുമ്പോൾ GST രജിസ്ട്രേഷൻ നിർബന്ധമായും വേണം. 2500 രൂപ മുടക്കിയാൽ അത് റെഡി. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഒരു ട്രേഡ് ലൈസൻസ് വേണം. പരമാവധി 3000 രൂപ മുടക്കണം. അപ്പോൾ കടയായി, ഇൻറ്റീരിയറായി, ബോർഡായി, ലൈസൻസായി. ഈ ഘട്ടമാകുമ്പോഴേക്കും കടമുറിയുടെ അഡ്വാൻസ് അടക്കം 75,000 രൂപയോളം മാറിക്കിട്ടും. ഇത്രയും ഉറപ്പിച്ചാൽ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. സ്റ്റോക്ക് കളക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച കടക്കാരെ വീണ്ടും കാണുന്നു. നമ്മുടെ ഡിസ്കൗണ്ട് ഷോപ്പിൻ്റെ ഫോട്ടോകളും വീഡിയോകളും കാണിക്കുന്നു. പിന്നെ ഡെഡ് സ്റ്റോക്ക് കൊണ്ടുപോകാൻ ഇവരുമായി 3 മാസത്തെ കൺസൈൻമെൻറ്റ് എഗ്രിമെൻറ്റ് വയ്ക്കുന്നു. സാധനത്തിന് നമ്മൾ മുൻകൂട്ടി പണം നൽകുന്നില്ല. അവരുടെ സ്റ്റോക്ക് നമ്മൾ ഏറ്റെടുത്ത് ഡിസ്കൗണ്ട് ഷോപ്പിൽ വെച്ച് 30% മുതൽ 70% വരെ ഡിസ്കൗണ്ടിൽ ജനങ്ങൾക്ക് വിൽക്കുകയാണ്. ആ സാധനത്തിന് അവർക്ക് പരമാവധി എന്ത് കിട്ടുമെന്ന് ആദ്യം അവരോട് പറയണം. ഉദാഹരണത്തിന്, നിങ്ങളൊരു പഴയ മോഡൽ പമ്പ് സെറ്റാണ് ഏറ്റെടുക്കുന്നത് എന്ന് കരുതുക. 5000 രൂപയാണ് ആ പമ്പ് സെറ്റിൻ്റെ വില. കടക്കാരൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് ആ പമ്പ് സെറ്റിന് 3800 രൂപ കിട്ടിയാൽ മതി, ബാക്കി കിട്ടുന്നതെന്തും നിങ്ങൾക്ക് എടുക്കാമെന്ന്. അതായത് ഗ്യാരണ്ടിയോട് കൂടിയുള്ള 5000 രൂപ വില വരുന്ന പമ്പ് സെറ്റിന് 3800 രൂപ കടക്കാരന് കൊടുക്കേണ്ടി വരും എന്നതിനാൽ നിങ്ങളതിന് ഡിസ്കൗണ്ട് ഷോപ്പിൽ 4300 രൂപ വിലയിടുക. വിറ്റാൽ 500 രൂപയുടെ ലാഭം നിങ്ങൾക്കെടുക്കാം. വിറ്റില്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് പമ്പ് സെറ്റ് കടക്കാരന് തിരികെ കൊടുക്കാം. ആർക്കും റിസ്ക് ഇല്ലാത്ത വിൻ വിൻ സിറ്റുവേഷൻ. അപ്പോഴും ആ പമ്പ് സെറ്റ് നിങ്ങളുടെ ഡിസ്കൗണ്ട് ഷോപ്പിൽ 16% ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത്. 700 രൂപ ലാഭം കിട്ടുന്നത് സാധാരണക്കാരന് വലിയ ലാഭം തന്നെയാണ്. അവരുടെ ഒരു ദിവസത്തെ പണിക്കൂലിയാകാം ആ 700 രൂപ. വിറ്റുപോയേക്കും. ഇനി വിറ്റില്ലെങ്കിലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, സാധനം തിരികെ കൊടുത്താൽ പോരെ. കടക്കാരനുമായി 3 മാസത്തിൽ കൂടുതൽ കരാർ വയ്ക്കരുത്. നിങ്ങളുടെ സ്റ്റോറിലെ സ്ഥലം മെനക്കെടും. വിറ്റുപോയാൽ നിങ്ങളുടെ കമ്മീഷൻ എടുത്ത് ബാക്കിയുള്ള തുക അതേ ദിവസം തന്നെ കടക്കാരന് നൽകി വിശ്വാസ്യത അത് പ്രധാനമാണ്. ഷോപ്പിൽ വെച്ച് സാധനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വന്നാലോ മോഷണം പോയാലോ നിങ്ങൾ ഉത്തരവാദിത്തമേക്കണം. 3 മാസം കഴിഞ്ഞ് വിറ്റുപോകാത്ത സ്റ്റോക്ക് തിരികെ എടുത്തു കൊള്ളാമെന്ന വ്യാപാരി ഒപ്പിടണം. ഇനി സ്റ്റോക്ക് എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, കിട്ടുന്നത് എന്ത് എടുക്കരുത്. വസ്ത്രങ്ങളിൽ കളർ മങ്ങിയതോ കീറിയതോ എടുക്കരുത്. ഇലക്ട്രോണിക് സാധനങ്ങൾ പ്രവർത്തിക്കുന്നതാണെന്നും ആക്റ്റീവായ വാറൻറ്റി ഉണ്ടെന്നും ഉറപ്പുവരുത്തുക. കോസ്മെറ്റിക്സ് ആണെങ്കിൽ എക്സ്പയറി ഡേറ്റിന് കുറഞ്ഞത് 6 മാസമെങ്കിലും കാലാവധിയുള്ളവ മാത്രം സ്വീകരിക്കുക. കൈപ്പറ്റുന്ന ഓരോ സാധനത്തിനും ഒപ്പിട്ട സ്റ്റോക്ക് റെസിപ്റ്റ് അല്ലെങ്കിൽ ഇൻവേർഡ് മാനിഫെസ്റ്റ് കൊടുക്കണം. അതിൽ സാധനത്തിൻ്റെ വിവരവും നിങ്ങൾ തമ്മിൽ ധാരണയായ ബേസ് പ്രൈസും ഉണ്ടായിരിക്കണം. ആവശ്യത്തിന് സാധനങ്ങളായാൽ റാക്കിൽ നിറയ്ക്കാം. ഒരു ആക്രിക്കട പോലെ തോന്നരുത്. വളരെ ആകർഷകമായി ഡിസ്പ്ലേ ചെയ്യണം. എല്ലാം വലിച്ചു വാരി ഇടരുത്. ഓരോന്നിനും കാറ്റഗറി തിരിക്കണം. ഒരു വശത്ത് ടെക്സ്റ്റൈൽസ്, മറ്റൊരു വശത്ത് ഫുട്വെയറുകൾ, മുൻവശത്തെ കൗണ്ടറുകളിൽ മൊബൈൽ ആക്സസറീസും കോസ്മെറ്റിക്സും. അങ്ങനെ കടയൊരു ലുലുമാളാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നല്ലൊരു ഇൻവെൻറ്ററി സിസ്റ്റം വേണം. കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും തുടക്കത്തിൽ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇതിന് കൃത്യമായൊരു രജിസ്റ്റർ സൂക്ഷിക്കണം. അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു. ഇനി ജനങ്ങളെ കടയിലേക്ക് ആകർഷിക്കണം. ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ സെയിൽ എന്ന് കേട്ടാൽ വലിയ താല്പര്യമാണ്. കടയുടെ പേര് തന്നെ വളരെ ക്യാച്ചി ആയിരിക്കണം. പാലക്കാട് മെഗാ ക്ലിയറൻസ് ഹബ് എന്നോ ദ ബാർഗെയിൻ സ്റ്റോർ എന്നോ ഒക്കെ കൊടുക്കാം. ഓരോ സാധനത്തിലും വലിയ അക്ഷരത്തിൽ ഒറിജിനൽ പ്രൈസ് വെട്ടിയിട്ട് അവർ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് രേഖപ്പെടുത്തുക. പറ്റിയാൽ മാത്രം കാശുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാരെയും യൂട്യൂബർമാരെയും കൊണ്ട് കടയുടെ പ്രൊമോഷൻ റീലുകൾ ചെയ്യിക്കുന്നത് നല്ലതാണ്. പിന്നെ പുതിയ നല്ല സാധനങ്ങൾ വന്നാൽ അതിനൊരു ഫ്ലക്സ് കടയിൽ പ്രത്യേകം വയ്ക്കാൻ ശ്രദ്ധിക്കണം. ന്യൂ അറൈവൽ, 30% ഡിസ്കൗണ്ട് എന്നൊക്കെ വീശി അടിച്ചോണം. ആദ്യത്തെ മാസം 30% ഡിസ്കൗണ്ടിൽ വിൽക്കുന്ന സാധനം വിറ്റുപോയില്ലെങ്കിൽ 2ാം മാസം അത് 50% ആക്കുക. 3ാം മാസം 80% ക്ലിയറൻസ് സെയിലിലേക്ക് മാറ്റുക. സാധനം തന്ന കടക്കാരന് പണം കൊടുക്കേണ്ടതാണെന്ന് ഓർക്കണം. അതനുസരിച്ച് വേണം വിലയിടാൻ. അങ്ങനെ കട ഉദ്ഘാടനം ചെയ്യാം. അന്നാരാജനോ ഹണി റോസോ ഒന്നും വേണ്ട. നിങ്ങൾ തന്നെ നന്നാവണേ എന്ന മനസ്സിൽ പ്രാർത്ഥിച്ച് അങ്ങ് തുറന്നാൽ മതി. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഏതൊരു പുതിയ റീറ്റെയിൽ ബിസിനസ്സിലും ആദ്യത്തെ 1 വർഷം ലാഭമുണ്ടാക്കാനുള്ള സമയമല്ല. ബിസിനസ്സിൻ്റെ നിലനിൽപ്പ്, സർവൈവൽ ഉറപ്പാക്കാനുള്ള കാലയളവാണ്. പ്രത്യേകിച്ച് ഇൻവെൻറ്ററിക്ക് കാശ് മുടക്കാത്ത ഈ ഹൈബ്രിഡ് കൺസൈൻമെൻറ്റ് മോഡലിൽ കടമുറിയുടെ വാടക, സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരുടെ ശമ്പളം, കറൻറ്റ് ബില്ല് തുടങ്ങിയ ഫിക്സ്ഡ് ഓവർ ഹെഡ്സ് കൃത്യസമയത്ത് അടച്ചു തീർക്കുക എന്നതായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളി. ബിസിനസ് ആശയം എത്ര നന്നായിരുന്നാലും ആദ്യത്തെ വർഷം കച്ചവടം കുറവായിരിക്കും. ആളറിഞ്ഞു വരണമല്ലോ. ആ തിരിച്ചടി നേരിട്ട് മുന്നോട്ട് പോകാനുള്ള 7 ഗോൾഡൻ റൂളുകൾ ഞാൻ പറഞ്ഞുതരാം. 1. ആദ്യ വർഷം അതിജീവിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്ക് ഈവൺ പോയിന്റ് കണക്കാക്കുക എന്നതാണ്. അതായത് കട ലാഭത്തിലാകാൻ വേണ്ടിയല്ല, മറിച്ച് കയ്യിൽ നിന്ന് പണം പോകാതിരിക്കാൻ
ഒരു മാസം എത്ര രൂപയുടെ കച്ചവടം നടക്കണമെന്ന് കണക്ക് കൂട്ടണം. ഒരു ഉദാഹരണം നോക്കാം. കടമുറി വാടക മാസം 15,000 രൂപ, സ്റ്റാഫ് ഉണ്ടെങ്കിൽ ശമ്പളം 15,000 രൂപ, വൈദ്യുതിക്കും മറ്റ് ചെലവുകൾക്കും മാസം 5,000 രൂപ. ആകെ ഒരു മാസത്തെ ഫിക്സഡ് ഓവർഹെഡ് 35,000 രൂപ. സ്റ്റാഫ് വേണമെന്ന് ഞാൻ പറയില്ല. ആദ്യത്തെ ഒരു വർഷം നിങ്ങൾ നേരിട്ട് മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ മാസ ചിലവ് പരമാവധി 20,000 രൂപയിൽ നിർത്താം. നമ്മൾ കളക്ട് ചെയ്ത ഡെഡ് സ്റ്റോക്കുകൾ വിറ്റ് ശരാശരി 20% മുതൽ 25% വരെയാണ് ഓരോ ഐറ്റത്തിലും കമ്മീഷൻ കിട്ടുന്നതെങ്കിൽ മാസം 20,000 രൂപയുടെ ചെലവ് മീറ്റ് ചെയ്യാൻ ഒരു വർഷം കുറഞ്ഞത് 2.5 ലക്ഷം രൂപയുടെ കച്ചവടം മാത്രം നടന്നാൽ മതി. അടുത്ത 6 മാസത്തെ ഫിക്സഡ് ചെലവുകൾക്കുള്ള തുക ഒരു 1.5 ലക്ഷം രൂപ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിസർവായി ഉണ്ടായാൽ ആദ്യ മാസങ്ങളിൽ വരുമാനം കുറഞ്ഞാലും വാടകയും ശമ്പളവും മുടങ്ങാതെ കൊടുക്കാൻ പറ്റും. 2. ചെലവുകൾ പരമാവധി വെട്ടിക്കുറയ്ക്കുക. 1-ാം വർഷം നിങ്ങളുടെ ലക്ഷ്യം ആഡംബരമല്ല, ഫ്രൂഗാലിറ്റി അഥവാ മിതവ്യയമാണ്. സ്റ്റാഫ് വേണ്ടെന്ന് വയ്ക്കുന്നത് ഇതിൽ ഒന്നാമതായി വരും. 2. കടക്കാരുടെ സ്റ്റോക്ക് ആദ്യമൊന്നും അവർ നേരിട്ട് നിങ്ങളുടെ സ്റ്റോറിൽ എത്തിക്കില്ല. അത് നിങ്ങൾ തന്നെ ചെയ്യണം. മാത്രമല്ല, വിറ്റില്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് ഒന്നുകിൽ കരാർ നീട്ടാം അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം. ടെർമിനേറ്റ് ചെയ്താൽ ഈ വിൽക്കാത്ത സാധനം നിങ്ങൾ തന്നെ അവർക്ക് എത്തിച്ച് കൊടുക്കുകയും വേണം. ഇതിന് ഒരു ബാക്ക് എഞ്ചിൻ ഓട്ടോയുമായി കരാറുണ്ടാകണം. കുറഞ്ഞ ചെലവിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കണം. ഗോൾഡൻ റൂൾ നമ്പർ 3, ഹൈ മാർജിൻ ഫാസ്റ്റ് മൂവിംഗ് കാറ്റഗറികളിൽ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ എല്ലാവിധ സാധനങ്ങളും വിൽക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. ആദ്യ മാസങ്ങളിൽ ഡിസ്കൗണ്ട് ഷോപ്പിലേക്ക് ആളുകളെ ആകർഷിക്കാനും വേഗത്തിൽ പണമാക്കി മാറ്റാനും സഹായിക്കുന്ന ചില കീ കാറ്റഗറീസ് വേണം. ചീപ്പ് പ്രൈസിലുള്ള മൊബൈൽ ആക്സസറികൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കാഷ്വൽ ഫുട്വെയർ എന്നിവ വേഗത്തിൽ വിറ്റുപോകും. അത് ചെറുപ്പക്കാരെ കടയിലേക്ക് ആകർഷിക്കും. തുണിത്തരങ്ങളിൽ കമ്മീഷൻ മാർജിൻ കൂടുതലായിരിക്കും. പിന്നെ സീസണൽ കച്ചവടം വിട്ടുകളയരുത്. ഉദാഹരണത്തിന്, സ്കൂൾ കോളേജ് റീ ഓപ്പണിംഗ് സമയത്ത് ബാഗുകൾ, വാട്ടർ ബോട്ടിലുകൾ എന്നിവയുടെ ഡെഡ് സ്റ്റോക്ക് കൂടുതലായി സമാഹരിക്കുക. ഓണം, വിഷു സീസണുകളിൽ കേരള വെയർ ഡ്രസ്സുകൾക്ക് മുൻഗണന കൊടുക്കുക. ഏത് സാധനമാണ് കടയിൽ നിന്ന് പെട്ടെന്ന് വിറ്റുപോയി ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടെത്തി ആ വ്യാപാരികളിൽ നിന്ന് കൂടുതൽ സ്റ്റോക്ക് വാങ്ങി ഡിസ്പ്ലേ ചെയ്യുക. ഡൈനാമിക് മാർക്ക് ഡൗൺ പ്രൈസിംഗ് ആണ് 4ാമത്തെ ഗോൾഡൻ റൂൾ. സാധനങ്ങൾ വിറ്റുപോകാതെ റാക്കുകളിൽ പൊടി പിടിച്ച് കിടന്നാൽ കച്ചവടം പൊളിയും. ഇതിനെ പ്രതിരോധിക്കാൻ ഡൈനാമിക് മാർക്ക് ഡൗൺ പ്രൈസിംഗ് സ്ട്രാറ്റജി വേണം. വ്യാപാരിയുമായുള്ള 90 ദിവസത്തെ കരാറിൽ ഇത് വ്യക്തമായി ചേർക്കണം. അതായത് ആദ്യത്തെ 30 ദിവസം ഉൽപ്പന്നം 30% മുതൽ 40% വരെ ഡിസ്കൗണ്ടിൽ വിൽക്കും. 31 മുതൽ 60 ദിവസം വരെ വിറ്റുപോകാത്ത സ്റ്റോക്കിന് 50% ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കാം. 61 മുതൽ 90 ദിവസം വരെ കരാർ അവസാനിക്കുന്നതിന് മുൻപ് 70% മെഗാ ക്ലിയറൻസ് സെയിൽ നടത്താം. നിങ്ങളുടെ കടയെക്കുറിച്ച് ആളുകൾ സംസാരിച്ചു തുടങ്ങും. ലോക്കൽ മാർക്കറ്റിങ്ങിലാണ് 5ാമത്തെ ഗോൾഡൻ റൂൾ കിടക്കുന്നത്. ബിസിനസ് കുറവാണെന്ന് പറഞ്ഞ് വെറുതെ കടയിൽ കൈയും കെട്ടിയിരുന്നാൽ ആളുകൾ വരില്ല. ശനി ഞായർ ദിവസങ്ങളിൽ 99 സ്റ്റോർ, 199 കോംബോ സെയിൽ തുടങ്ങിയ ആകർഷകമായ ഫ്ലാഷ് സെയിലുകൾ സംഘടിപ്പിക്കണം. കടയിലെത്തുന്ന ഓരോ കസ്റ്റമറുടെയും ഫോൺ നമ്പർ ശേഖരിച്ച് പുതിയ സ്റ്റോക്കുകൾ എത്തുമ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ചിത്രങ്ങളും ഓഫറുകളും അയച്ചു കൊടുക്കണം. പിന്നെ നോട്ടീസ് അടിക്കൽ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് തുടങ്ങിയ പരിപാടികളും. ആൾ കയറും, ആസൂത്രണം ഉണ്ടായാൽ മതി. 6ാമതായി, നിങ്ങൾക്ക് സാധനം തന്ന വെണ്ടർമാരുമായി സുതാര്യമായ ബന്ധം സൂക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഭയം കച്ചവടം കുറവാണ് എന്നതാണെങ്കിൽ വ്യാപാരികളുടെ ഭയം ഞങ്ങളുടെ സ്റ്റോക്കിൻ്റെ പണം കിട്ടില്ലേ എന്നതായിരിക്കും. ആദ്യത്തെ 2-3 മാസം വിറ്റുപോയ സാധനങ്ങളുടെ പണം കരാർ പ്രകാരം കൃത്യസമയത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുക. വിറ്റുപോകാത്ത സാധനങ്ങൾ 90 ദിവസം കഴിയുമ്പോൾ ഒരു കേടുപാടും കൂടാതെ കൃത്യമായി തിരികെ നൽകുക. ഒരു വ്യാപാരിക്ക് നിങ്ങളുടെ മേൽ വിശ്വാസം വന്നാൽ അവർ പാലക്കാട്ടെ മറ്റ് 10 വ്യാപാരികളോട് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും. നിങ്ങൾക്ക് സൗജന്യമായി കൂടുതൽ മികച്ച സ്റ്റോക്കുകൾ കിട്ടിത്തുടങ്ങും. 7ാമത്തെ ഗോൾഡൻ റൂൾ ഫ്ലെക്സിബിൾ ലൊക്കേഷനും പോപ്പപ്പ് മോഡലുമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ കടമുറിയിൽ ആളുകൾ എത്തുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ടൗണിൽ നടക്കുന്ന പ്രധാന എക്സിബിഷനുകളിലോ ഓണം, വിഷു, ഫെസ്റ്റിവൽ ഫെയറുകളിലോ ചെറിയ സ്റ്റാളുകൾ വാടകയ്ക്കെടുത്ത് കൺസൈൻമെൻറ്റ് സ്റ്റോക്കുകൾ വിറ്റഴിക്കുക. എടുത്ത സ്ഥലം ഡിസ്കൗണ്ട് ഷോപ്പിന് പറ്റില്ലെന്ന് തോന്നിയാൽ പിന്നെ അവിടെ നിൽക്കരുത്. 6 മാസം കൊണ്ട് വാടക കരാർ അവസാനിപ്പിച്ച് കൂടുതൽ ആൾത്തിരക്കുള്ള മറ്റൊരു ചെറിയ കടമുറിയിലേക്ക് മാറണം. വെറുതെ നിങ്ങളെ ആവേശം കൊള്ളിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. ഇനി ഈ ആശയം എങ്ങനെയൊക്കെ തോറ്റുപോകാം, എന്താണ് ഈ ബിസിനസ് മോഡലിൻ്റെ പോരായ്മ എന്നതൊക്കെ നോക്കാം. ഏറ്റവും വലിയ വെല്ലുവിളി നിലവിലുള്ള റീറ്റെയിൽ വ്യാപാരികളുടെ സ്വന്തം ഡിസ്കൗണ്ട് വിൽപ്പനകൾ തന്നെയാണ്. പാലക്കാട് ടൗണിലെ പ്രധാന ടെക്സ്റ്റൈൽസ്, ഫുട്വെയർ അല്ലെങ്കിൽ വലിയ ഇലക്ട്രോണിക്സ് കടകൾക്ക് അൺസോൾഡ് സ്റ്റോക്കുകൾ വിറ്റഴിക്കാൻ നിങ്ങളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ബ്രാൻഡുകളും വലിയ റീറ്റെയിലർമാരും സീസൺ അവസാനിക്കുമ്പോഴോ ഓണം, വിഷു ആഘോഷങ്ങൾ കഴിഞ്ഞാലോ കടകളിൽ തന്നെ 50% മുതൽ 70% വരെ ഡിസ്കൗണ്ട് മേളകൾ സംഘടിപ്പിക്കാറുണ്ട്. കസ്റ്റമർക്ക് കൂടുതൽ പരിചയവും വിശ്വാസവുമുള്ളത് വലിയ ബ്രാൻഡ് ഷോപ്പുകളിലാണ്.
ആ മെയിൻ ഷോപ്പിൽ വിലക്കുറവ് കിട്ടുമ്പോൾ അവർ നിങ്ങളുടെ ഡിസ്കൗണ്ട് കടയിലേക്ക് വരാൻ മടിക്കും. വ്യാപാരികൾ കയ്യിലുള്ള അൺസോൾഡ് സ്റ്റോക്കിൽ താരതമ്യേന മെച്ചപ്പെട്ടവ സ്വന്തം കടയിൽ വെച്ച് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറിലൂടെ വിറ്റു തീർക്കും. വിറ്റുപോകാൻ തീർത്തും സാധ്യതയില്ലാത്ത, തീരെ നിലവാരമില്ലാത്ത വസ്തുക്കൾ മാത്രമേ അവർ നിങ്ങൾക്ക് നൽകാൻ തയ്യാറാകൂ. വലിയ വ്യാപാരികൾക്ക് പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഡിസ്കൗണ്ട് പരസ്യങ്ങൾ നൽകാൻ സാധിക്കും. ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഡിസ്കൗണ്ട് സ്റ്റോറിൻ്റെ സാധ്യതയെ അത് ബാധിക്കും. ആവശ്യത്തിന് സ്റ്റോക്ക് കിട്ടിയില്ലെങ്കിലും കച്ചവടം പൊളിയും. പരമ്പരാഗതമായി കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ പൊതുവെ യാഥാസ്ഥിതിക മനോഭാവമുള്ളവരാണ്. നിങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് നിങ്ങളുടെ സ്റ്റോക്ക് തരൂ, ഞാൻ വിറ്റിട്ട പണം തരാം എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളുടെ മേൽ പെട്ടെന്ന് വിശ്വാസം വരില്ല. പകരം മുൻകൂട്ടി പണം നൽകിയാൽ മാത്രം സ്റ്റോക്ക് തരാം എന്ന് അവർ നിലപാടെടുത്താൽ നമ്മുടെ സീറോ ഇൻവെൻറ്ററി ബിസിനസ് മോഡൽ തന്നെ തകരും. അതിന് നിന്നു കൊടുക്കരുത്. ഈ ബിസിനസ്സിലെ ഗോൾഡൻ റൂൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ഇൻവെൻറ്ററി ആണ്. അത് മറക്കരുത്. ഇനി കാലം ചെല്ലും തോറും ലാഭം കൂടിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. രണ്ടാമതായി, സാമ്പത്തിക ശാസ്ത്രത്തിൽ അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് വിളിക്കുന്നൊരു പ്രതിഭാസമുണ്ട്. വ്യാപാരികൾ തങ്ങൾക്ക് വിൽക്കാൻ കഴിയാത്ത സാധനങ്ങൾ നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ. ഡാമേജ് വന്നതോ കാലഹരണപ്പെട്ടതോ ആയ വസ്തുക്കളായിരിക്കും അവർ നിങ്ങളുടെ കൺസൈൻമെൻറ്റ് സ്റ്റോറിലേക്ക് അയക്കുക. ഫാഷൻ തീർത്തും ഔട്ടായ വസ്ത്രങ്ങൾ, നിലവാരമില്ലാത്ത ഇലക്ട്രോണിക് സാധനങ്ങൾ, എക്സ്പയറി ഡേറ്റ് അടുത്ത മാസങ്ങളിൽ അവസാനിക്കുന്ന പ്രൊഡക്റ്റുകൾ, അങ്ങനെയൊക്കെ. ഇത്തരം ചവറുകൾ ഏറ്റെടുക്കാതിരിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടാകണം. മൂന്നാമതായി, റീറ്റെയിൽ ബിസിനസ്സിൻ്റെ ആണിക്കല്ല് കസ്റ്റമർ ട്രസ്റ്റാണ്. ഒരു ഡിസ്കൗണ്ട് ഷോപ്പിൽ ആളുകൾ വരുന്നത് വിലക്കുറവിൽ നല്ല സാധനങ്ങൾ കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. അറിയാതെയെങ്കിലും നിലവാരമില്ലാത്തതോ കൗണ്ടർ ഫീറ്റോ വിറ്റഴിച്ചാൽ ഷോപ്പിൻ്റെ മാനം കപ്പൽ കയറും. സെക്കൻഡ് ഹാൻഡ് ചവറുകട എന്ന ടാഗ് വീഴും. പിന്നെ എത്ര നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ കൊണ്ടുവന്നാലും ആളുകൾ വരാതാകും. പിന്നെ സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നതിൽ നല്ല കാര്യക്ഷമതയില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കാര്യങ്ങൾ ചക്ക കുഴയും പോലെ കുഴയും. സ്വന്തമായി ഒരു ബ്രാൻഡിൻ്റെ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കടയല്ല ഇത്. ഒരുപാട് വ്യാപാരികളിൽ നിന്നുള്ള നൂറുകണക്കിന് വ്യത്യസ്ത സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്സ് പ്രൊഡക്റ്റുകളാണ് ഒരു ചെറിയ കടയിൽ വിൽക്കാൻ വയ്ക്കുന്നത്. ഇവ ഓരോന്നും ഏത് വെണ്ടറുടേതാണെന്ന് ബാർകോഡ് വഴി കൃത്യമായി ടാഗ് ചെയ്തില്ലെങ്കിൽ ബില്ലിംഗ് നടത്തുമ്പോൾ തുക മാറിപ്പോകും. മാസാവസാനം ഓരോ വെണ്ടർക്കും കൃത്യമായ സെയിൽസ് റിപ്പോർട്ടും കമ്മീഷനും വേർതിരിച്ച് നൽകുന്നത് ഒരു മല്ലുപണിയാണ്. നല്ലൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയറും ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഉണ്ടെങ്കിൽ ഈസിയായി പരിഹരിക്കാവുന്ന കാര്യം. കൺസൈൻമെൻറ്റ് ബിസിനസ്സിലെ മറ്റൊരു പ്രധാന പ്രതിസന്ധിയാണ് എറാറ്റിക് സപ്ലൈ, അതായത് സ്റ്റോക്കിൻ്റെ കണ്ടിന്യൂറ്റി ഇല്ലാതിരിക്കുക. കടകളിൽ ഡെഡ് സ്റ്റോക്കുകൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? പ്രധാന ഷോപ്പിംഗ് സീസണുകളായ ഓണം, വിഷു, റംസാൻ, ക്രിസ്മസ് എന്നിവ കഴിഞ്ഞ ശേഷമാണ്. ആ സമയങ്ങളിൽ നിങ്ങളുടെ കടയിലേക്ക് വ്യാപാരികൾ വൻതോതിൽ സാധനങ്ങൾ തള്ളിവിടും. എന്നാൽ നോർമൽ മാസങ്ങളിൽ അല്ലെങ്കിൽ പുതിയ സ്റ്റോക്കുകൾ വരുന്ന സമയത്ത് വ്യാപാരികൾക്ക് വിൽക്കാൻ അൺസോൾഡ് സ്റ്റോക്ക് കാണില്ല. അപ്പോൾ നിങ്ങളുടെ കടയിലും ചില മാസങ്ങളിൽ വിൽക്കാൻ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടാകില്ല. ഇത് പരിഹരിക്കാൻ കഴിയണം. ഇതൊക്കെയാണെങ്കിലും മനസ്സിന് ധൈര്യവും അച്ചടക്കവും പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം വിജയിക്കാവുന്ന ബിസിനസ് മോഡലാണിത്. ഇതൊരു പുതിയ ബിസിനസ് മോഡലുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫ് പ്രൈസ് റീറ്റെയിൽ ശൃംഖലയായ TJ Maxx ഇതേ ബിസിനസ് മോഡലിലാണ് പ്രവർത്തിക്കുന്നത്. വലിയ ബ്രാൻഡുകളിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളിൽ നിന്നും വിറ്റുപോകാതെ കിടക്കുന്ന വസ്ത്രങ്ങൾ, ഷൂസുകൾ, ഹോം ഡെക്കർ ഉൽപ്പന്നങ്ങൾ എന്നിവ വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി 20% മുതൽ 60% വരെ ഡിസ്കൗണ്ടിൽ ഇവർ വിൽക്കുന്നു. ഒരു ട്രഷർ ഹണ്ട് ഷോപ്പിംഗ് അനുഭവം. അതായത് ഇന്ന് കടയിൽ കാണുന്ന സാധനം നാളെ ഉണ്ടാകില്ല എന്ന തോന്നൽ ഉപഭോക്താക്കളിൽ ഉണ്ടാക്കി വേഗത്തിൽ കച്ചവടം നടത്തുന്നു. അമേരിക്കയിലെ വലിയ ശൃംഖലയായ റോസ് സ്റ്റോഴ്സിൻ്റെ ബിസിനസ് മോഡലും ഇതാണ്. 100 കണക്കിന് സ്റ്റോറുകൾ അവർക്കുണ്ട്. അമേരിക്കയിലെ തന്നെ ഒല്ലീസ് ബാർഗെയിൻ ഔട്ട്ലെറ്റ് മറ്റൊരു ഉദാഹരണം. ഇന്ത്യയിലും ഉണ്ട് ഇത്തരം ബിസിനസ് മോഡലുകൾ. ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ബ്രാൻഡ് ഫാക്ടറി അങ്ങനെ ഒന്നാണ്. എന്തിനും നമ്മുടെ സ്റ്റുഡിയോ പോലും ഇതേ ബിസിനസ് മോഡലിലാണ് പ്രവർത്തിക്കുന്നത്. നൈക്കി, അഡിഡാസ്, ലെവീസ് എന്നിവർക്കെല്ലാം കെട്ടിക്കിടക്കുന്ന സ്റ്റോക്ക് വിൽക്കാൻ ഫാക്ടറി ഔട്ട്ലെറ്റുകളും ക്ലിയറൻസ് ഹബ്ബുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നോക്കിക്കോളൂ. ഈ ബിസിനസ് ആശയം വികസിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംരംഭം തുടങ്ങാനോ സഹായം ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിലെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കാം. സോ ലെറ്റ്സ് ഗ്രോ ടുഗദർ.